എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഇന്ത്യയെ നമുക്ക് ആ ഇന്ത്യയെ നിലനിർത്തണം. ആ ഇന്ത്യയെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അവസാന വണ്ടിയാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നിർഭാഗ്യവശാൽ അതങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും ഉൾക്കൊള്ളില്ല. പിന്നെ എല്ലാവരെയും അകറ്റുകയാണ്. യൂണിഫോം സിവിൽ കോഡ് വരും, CAA വരും, NRC വരും. ഇങ്ങനെ ഒരുപാട് ഡെമോക്രസിൻ്റെ വാളുകൾ ഇന്ത്യക്ക് മുകളിൽ ഇങ്ങനെ അവർ വീശിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ ഇന്ത്യയെ നിലനിർത്തണം. ഇവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങളെ, നമ്മുടെ ഭരണഘടനയെ നിലനിർത്തണം. ഭരണഘടനയാണ് നമ്മുടെ ഏറ്റവും വലിയ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി ഭരണഘടനയാണല്ലോ. അപ്പോൾ ആ ഭരണഘടനയെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാനാണ് ഇപ്പോഴത്തെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭരണഘടനയെ ബഹുമാനിക്കേണ്ടതുണ്ട്, അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ കാണിച്ചു തന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ ഏറ്റവും നമുക്ക് മാതൃകയായിട്ടുള്ളത്. അതല്ലാതെ ഇവിടെ ഗാന്ധി വധക്കാരുടെ ഇന്ത്യയല്ല നമുക്ക് ആവശ്യം. അത് വെറുപ്പിൻ്റെ ഇന്ത്യയാണ്. വെറുപ്പിൻ്റെ സന്തതിയായിരുന്നു ഗാന്ധിജിയെ വധിച്ച ഗോഡ്സെ എന്നുള്ളത്. വീണ്ടും അതിനെ കൊണ്ടുവരാനാണ് ഇപ്പോഴത്തെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അനുവദിക്കപ്പെട്ടുകൂടാ. നമുക്ക് വെറുപ്പിൻ്റെ ഇന്ത്യയല്ല ആവശ്യം, നമുക്ക് സഹിഷ്ണുതയുടെ ഇന്ത്യയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുള്ളൊരു ഭരണമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ആ ഒരു ഉത്തരവാദിത്വം നമ്മളെല്ലാ വീടുകളിലേക്കും നമ്മളത് എത്തിച്ച് കൊടുക്കേണ്ടതുണ്ട്. ബൂത്ത് തല കൺവെൻഷൻ, ബൂത്ത് തല മീറ്റിംഗ് വിളിച്ചതിലൂടെ നമ്മളതാണ് ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ അടിസ്ഥാന വോട്ടർ വീട്ടിൻ്റെ ഉള്ളിലാണ്. ആ വീടുകളിലേക്ക് നമ്മൾ സന്ദേശത്തെ എത്തിക്കുക, അതിനുള്ള ഉത്തരവാദിത്വം. അതൊരു വീഴ്ചയും നമ്മൾ വരുത്താൻ പാടില്ല. കൺവെൻഷനുകൾ വേണം, മറ്റ് ഇലക്ഷൻ്റേതായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളൊക്കെ വേണം. അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വോട്ടറോട് നമുക്കൊരു അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ട്. പാർട്ടിയുടെ ബന്ധമുണ്ട്, മുന്നണിയുടെ ബന്ധമുണ്ട്, മുസ്ലിം ലീഗിൻ്റെ ബന്ധം, കോൺഗ്രസിൻ്റെ ബന്ധം, മറ്റ് നമ്മുടെ ഘടകകക്ഷിയുടെ ബന്ധം. ഈ ബന്ധമൊക്കെ വോട്ടറോട് നമ്മൾ പങ്കുവെക്കണം. നമ്മുടെ സന്ദേശത്തെ ആ വോട്ടർക്ക് എത്തിച്ചു കൊടുക്കണം. അതിന് ആരെല്ലാമാണോ എവിടെയെല്ലാമാണോ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളത് അവരത് നിർവഹിക്കുക തന്നെ വേണം. ഓരോ വീട്ടിലും നമ്മുടെ പ്രതിനിധികളെത്തണം, നമ്മുടെ മുന്നണിയുടെ പ്രതിനിധികളെത്തണം, സ്ഥാനാർത്ഥിയുടെ പ്രതിനിധികളെത്തണം. സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവർ സംസാരിക്കണം. സ്ഥാനാർത്ഥി സംസാരിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്, ഇന്ത്യക്ക് വേണ്ടിയാണ് എന്ന് നമ്മുടെ വോട്ടറെ നമുക്ക് ബോധ്യപ്പെടുത്തണം. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇതുപോലെയുള്ള സൂക്ഷ്മത നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെ ഇവിടെ എത്തി ഇതുമായിട്ടൊക്കെ സഹകരിക്കാൻ വളരെ തയ്യാറായി. അതിൽ വളരെ സന്തോഷമുണ്ട്. വോട്ടറോടുള്ള ബന്ധം കൂടുതൽ ഇണക്കി ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം അക്കാര്യത്തിൽ വേണ്ടത് നിർവഹിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.